എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ സ്പൈഡർ പ്ലാന്റിനെ പറ്റിയിട്ടാണ്. ഈ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്പൈഡർ വല പോലെയുള്ളതാണ് ഇതിൻ്റെ ഇല എന്നുള്ളത് കൊണ്ടാണ് ഈ ചെടിയെ സ്പൈഡർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ നമുക്ക് ഒരേപോലെ വളർത്താൻ പറ്റാവുന്ന ഒരു ചെടിയാണ് ഈ പ്ലാന്റ്. നമ്മുടെയൊക്കെ വീടുകളുടെ അലങ്കാരത്തിന് മാറ്റുകൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടി തന്നെയാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിതൊരു ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഈ ചെടി എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. ശതവാരി കുടുംബത്തിലുള്ള നിത്യഹരിത പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണിത്. ഈ ചെടിയിൽ ഇങ്ങനെ കുഞ്ഞൊരു പൂക്കൾ, വെള്ള നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും. ഈ ചെടിയിൽ നേരത്തെ അത്തരത്തിൽ പൂക്കൾ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അത് കൊഴിഞ്ഞു പോയതാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും തെക്കൻ ആഫ്രിക്കയിലുമാണ് ഈ ചെടിയുടെ ജന്മദേശമെങ്കിലും പശ്ചിമ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഡാർക്ക് പച്ച കളറാണ് ഉണ്ടാവുക. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വെള്ള ലൈൻ ഉണ്ടാകും. അതാണ് ഈ ചെടിക്ക് കൂടുതൽ അഴക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ, അത് നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ, അത് ഇറയത്തോ ഉമ്മറത്തൊക്കെ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ കടയ്ക്കൽ ഇതേ കണ്ടോ, ഒരു നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്, ഒരു വെള്ള നിറത്തിലൊരു കിഴങ്ങുണ്ടാകും. അത് ധാരാളം അതിൻ്റെ ചുവട്ടിലുണ്ടാകും. അപ്പോൾ നമുക്കത് പുതിയ തൈകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. കാരണം ഒരു ചെറിയ ചെടി കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ കൂടുതൽ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പുതിയ തൈകൾ മുളയ്ക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതിൽ നിന്ന് ആണ് ഈ കാണുന്ന ചെടി മുഴുവൻ ഉണ്ടായത്. കണ്ടോ, ഇപ്പോൾ ഒരു ചട്ടിയിലേക്കൊക്കെ ഞാൻ പറിച്ച് നട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇത്രയധികം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ മുളച്ച് ഒരു കാട് പോലെ ഈ ചട്ടിയിലേക്ക് വളർന്നു വന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഞാൻ ഈ ചെടി ആദ്യം കൊണ്ടുവന്ന് ഒരു കവറിലായിരുന്നു ആദ്യം നട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് പറിച്ച് നടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് സാധാരണ ചെടികളൊക്കെ നടുന്നത് പോലെ തന്നെ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതത്തിലാണ് ഈ ചട്ടി ഫില്ല് ചെയ്തത്. എന്നിട്ടാണ് ഈ ചെടിയിൽ നട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെപ്പോഴും നമ്മൾ വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ്. പക്ഷേ വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ, അതായത് ചെടിയുടെ കടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഈ ചെടിയുടെ കണ്ടോ തുമ്പ് ഭാഗത്ത് ഇങ്ങനെ ഒരു ഇല കരിയുന്നത് കണ്ടോ, അതങ്ങനെ കരിയുന്നത് അതിൻ്റെ വെള്ളം അതിന് നനയ്ക്കുന്നത് കൂടി പോകുന്നത് കൊണ്ടാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ പൈപ്പ് വെച്ചിട്ടായിരുന്നു ഇത് നനയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കടക്കിലേക്ക് വെള്ളം കൂടുതൽ വന്നിട്ടാണ് അത് ചെടിയുടെ ആ ഇലയുടെ തെറ്റുഭാഗനെ ചീഞ്ഞ് പോകാനായിട്ട് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോവും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് നനയ്ക്കുന്നത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിന് കാര്യമായിട്ടുള്ളൊരു വളപ്രയോഗത്തിൻ്റെയോ ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ചെടി വളരുന്നതാണ്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ളൊരു കീടബാധയും ഈ ചെടിക്ക് അങ്ങനെ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് ഈ ചെടിയിൽ നിന്ന് പുതിയ ചെടി എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റാവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചെടി ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കതിൻ്റെ സൈഡിൽ നിന്ന് അതിലൊരുപാട് ചെടികളിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ മറ്റ് ചെടികൾക്ക് കോട്ടം വരാത്ത രീതിയിൽ പതുക്കെ വല്ല കത്തിയോ കമ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ അങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഈ ചെടിയുടെ നോക്കൂ, ധാരാളം പുതിയ തൈകൾ അതിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഞാൻ പതുക്കെ ആ കിഴങ്ങ് കണ്ടോ, ആ കിഴങ്ങിൽ നിന്നുള്ള ഒരു തൈ മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കന്ന് അത് വേരൊക്കെ ഒന്ന് മുറിയാണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി അതിൽ നിന്ന് എടുക്കുകയാണ്. കണ്ടോ, നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് പറിച്ച് കിട്ടും. കണ്ടോ, അപ്പോൾ അതിങ്ങനെ ഒരു തൈ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഞാനെന്തായാലും അത് ഒരു ഇൻഡോറായിട്ട് വളർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു മണ്ണിൻ്റെ ഒരു ചെറിയ പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ചെടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഞാൻ ഒരു മണ്ണിൻ്റെ ഒരു ചെറിയൊരു പാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ചെടി അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളാരങ്കല്ലുകളുണ്ടല്ലോ,
അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെ നമ്മുടെ മേശപ്പുറത്തൊക്കെ നമുക്ക് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ ദിവസം അതിലത്തെ വെള്ളം മാറ്റാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ അത് വെള്ളം അതിൽ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പഴയ വെള്ളമാകുമ്പോൾ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് എപ്പോഴും അങ്ങനെ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കണ്ടോ, ഞാൻ ഇത്തരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും നമുക്ക് വളർത്താനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു പരിചരണം ഇല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ് ഈ ചെടി. അപ്പോൾ നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ അതിൻ്റെ തൈ ഒരെണ്ണം വാങ്ങിച്ച് അത് നടാൻ ശ്രമിക്കണം, വളർത്താൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.